നമസ്കാരം, ന്യൂമറിസ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് 2018 മോഡൽ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനങ്ങളാണ്. അപ്പോൾ രണ്ട് വാഹനങ്ങൾ ഒരേപോലത്തെ വാഹനങ്ങളാണ് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. രണ്ടും ഏകദേശം 70,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് 2018 മോഡൽ സ്വിഫ്റ്റ് VXi സെക്കൻഡ് ഓണർ 75,000 കിലോമീറ്റർ ഓടിയിട്ട് 74,000 കിലോമീറ്റർ ഓടിയിട്ട് വാഹനമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ബോണറ്റ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഫ്രണ്ട് ഗ്രില്ലൊക്കെ നോക്കി കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് അതേ രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് പറയാനായിട്ട്. നമുക്ക് ഈ സാധനത്തിൻ്റെ റൈറ്റ് സൈഡ് ഫെൻഡറിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. വേറെ സ്ക്രാച്ചസോ ഡാമേജസോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോ 75% ടയേഴ്സ് ഫ്രണ്ട് ടയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇന്റേണൽ അഡ്ജസ്റ്റബിൾ ബോക്സ് ടൈപ്പ് മിററാണ് വരുന്നത്. അതുപോലെ തന്നെ ബോഡി ലൈൻസും ഷോൾഡർ ലൈൻസൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 40% ടയേഴ്സ് ബാക്ക് ടയറും വരുന്നുണ്ട്. നമുക്ക് വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 268 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഇതെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എബോവ് 50% ടയേഴ്സ് സ്റ്റെപ്പിനിയുണ്ട്. അപ്പോൾ ബാക്കിലാണെങ്കിലും പഞ്ചിങ്ങിനോ പേസ്റ്റിങ്ങിനോ യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. നമുക്ക് വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബോഡി ലൈൻസും ഷോൾഡർ ലൈൻസൊക്കെ വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2018 സെക്കൻഡ് ഓണർ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡാഷ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു. ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു VXi ഓട്ടോമാറ്റിക് വാഹനം ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവർ വിൻഡോസ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറർ, ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഇതൊരു AMT ഗിയർ ബോക്സ് ആണ് വരുന്നത് ഈ വാഹനത്തിന്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റൂഫൊക്കെ നോക്കി കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് പറയാനായിട്ട്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വളരെ നന്നായി യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് പറയാനായിട്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ അടുത്ത വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗിൾ ഓണർ വെറും 71,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണിത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ബോണറ്റ് ഹെഡ് ലാംപ്സ് കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. ഫ്രണ്ട് ഗ്രിൽസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് തന്നെ നിൽക്കുന്നൊരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. വശങ്ങളിലേക്കൊക്കെ വരുവാണെങ്കിൽ ഫെൻഡറിലൊക്കെ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഡെലിവറി സമയത്ത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ 95% ടയേഴ്സ് ഫ്രണ്ട് ടയർ വരുന്നുണ്ട്. വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇന്റേണൽ അഡ്ജസ്റ്റബിൾ ബോക്സ് ടൈപ്പ് മിറേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ബോഡി ലൈൻസും ഷോൾഡർ ലൈൻസൊക്കെ നോക്കി കഴിഞ്ഞാലും വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 95% ടയേഴ്സ് ബാക്ക് ടയർ വരുന്നുണ്ട്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് 268 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ സ്റ്റെപ്പിനി ടയറൊക്കെ നോക്കുകയാണെങ്കിലും എബോവ് 50% ടയേഴ്സ് സ്റ്റെപ്പിനി ടയറുണ്ട്. അപ്പോൾ വെൽ മെയിൻറ്റൈൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. ഇതിനും പഞ്ചിങ്ങിനോ പേസ്റ്റിങ്ങിനൊന്നും യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നും പറ്റാത്തൊരു വാഹനം കൂടിയാണിത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബോഡി ലൈൻസും ഷോൾഡർ ലൈൻസൊക്കെ വളരെ മികച്ച ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനമാണ്. നമുക്കിനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിംഗിൾ ഓണർ 2018 മോഡൽ സ്വിഫ്റ്റ് VXi 71,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡാഷ് ബോർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. VXi ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് തുടങ്ങിയ എല്ലാവിധ ഫീച്ചേഴ്സും ഈ വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ ഇതൊരു AMT ഗിയർ ബോക്സ് വാഹനം തന്നെയാണിത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സീറ്റ് കവേഴ്സൊക്കെ നോക്കുമ്പോൾ കമ്പനിയിൽ നിന്ന് വന്ന ഫാബ്രിക് സീറ്റ്സാണ്. അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. വേറെ കവേഴ്സ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഈ വാഹനം ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂഫ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2018 മോഡൽ സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനം നോക്കിക്കഴിഞ്ഞാൽ അപ്രോൺസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ക്രോസ് ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന വാഹനമാണെന്ന് വേണം പറയാനായിട്ട്. നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് വരികയാണെങ്കിലും 2018 വാഹനം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയും അപ്രോൺ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ വെൽ മെയിൻറ്റൈൻഡ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഈ വാഹനങ്ങളുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1200 cc പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. 82 bhp പവറും 113 തന്നെ ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ARI സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 22 km/ലിറ്റർ ആണ്. എന്നിരുന്നാൽ തന്നെ നമുക്കൊരു 17-18 പെട്രോളിൽ ഓട്ടോമാറ്റിക്കലി മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണിത്, സ്വിഫ്റ്റ് VXi എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം മൈലേജൊക്കെ ആഗ്രഹിക്കുന്നവരും ഓട്ടോമാറ്റിക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വാഹനങ്ങളാണിത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിവരത്തിലേക്ക് കിടക്കാം.
2018 മോഡൽ സ്വിഫ്റ്റ് VXi പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 6,38,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമറിസ് കാർസ് കേരളയിലാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ്, ഫിനാൻസ് സൗകര്യം എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ നമുക്ക് വിത്ത് 1 ഇയർ വാറണ്ടിയിലാണ് ലഭിക്കുന്നത്. എഞ്ചിൻ, ഗിയർ ബോക്സ്, AC നിങ്ങൾക്ക് അംഗീകൃത ഷോറൂമുകളിൽ വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവിനും ഫിനാൻസിനുമായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.